മലയാളികൾ കുവൈത്ത് ബാങ്കിനെ കബളിപ്പിച്ച് പണവുമായി മുങ്ങിയതായി പരാതി. എറണാകുളം, കോട്ടയം ജില്ലകളിലായി 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുവൈത്തിൽ ജോലി നേടിയ ശേഷം 65 ലക്ഷം മുതൽ 1 കോടി വരെ ലോൺ എടുത്ത് മുങ്ങിയെന്നാണ് പരാതി. കുവൈറ്റിലെ അൽ അലി ബാങ്ക് സിഇഒ DGPക്കാണ് പരാതി നൽകിയത്. നിതിൻ സേവ്യറും ജോസി ബാബുവും ചേരുന്നുണ്ട്. ആദ്യം നിതിൻ സേവ്യറിലേക്ക്. നിതിൻ, ഇത് എന്താണ് സംഭവിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്? എന്താണ് DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ? ഇത്തരം പരാതി ഈ വർഷം തന്നെ രണ്ടാമത്തെ തവണയാണ് ഉയർന്നു വരുന്നത്. അതായത് കുവൈറ്റിലെ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ശേഷം മലയാളികൾ മുങ്ങിയതാണ് പരാതി. ഇത്തവണ പരാതി നൽകിയിരിക്കുന്നത് കുവൈറ്റിലെ അൽ അഖിലി എന്ന ബാങ്കിന്റെ ചീഫ് ഓപ്പറേഷൻ ഓഫീസറാണ്. മുഹമ്മദ് അൽ ഖട്ടനാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ എറണാകുളം, കോട്ടയം ജില്ലകളിലായി 12 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 65 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ലോൺ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ ഇവർ നാട്ടിലേക്ക് മടങ്ങി എന്നാണ് കേസ്. നിലവിൽ എറണാകുളത്ത് മൂവാറ്റുപുഴ, എറണാകുളം, കോതമംഗലം എന്നിവിടങ്ങളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക തട്ടിപ്പ്, വഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വായ്പ എടുത്ത ശേഷം ഉന്നത ജോലി ലഭിച്ചപ്പോൾ ഇവരെല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയെന്നാണ് പരാതി. ഇവർ ആരും തന്നെ നിലവിൽ കേരളത്തിലുള്ളവരല്ല. തിരിച്ചടവിനുള്ള അറിയിപ്പുകളോട് നിലവിൽ ഇവർ പ്രതികരിക്കുന്നുമില്ല. കഴിഞ്ഞ വർഷം സമാനമായ മറ്റൊരു ധനകാര്യ സ്ഥാപനം ഗൾഫ് ബാങ്ക് സമാന പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. 2024 ഇത്തരത്തിൽ അവർ പരാതിയുമായി വന്നത്. അതിൽ 10 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അൽ അഖിലി ബാങ്കിൽ നിന്നും 13 നേഴ്സുമാർ 10.3 കോടി രൂപയുടെ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നീ പരാതിയിൽ വ്യക്തമായി വരുന്നുണ്ട്. ഇവർക്ക് നൽകിയ പരാതികളിൽ അല്ലെങ്കിൽ ഇവർക്ക് നൽകിയ അറിയിപ്പുകളിൽ കൃത്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിലാണ് ഇപ്പോൾ പരാതിയുമായി എത്തുന്നതെന്നാണ് ഈ ബാങ്കിന്റെ പ്രതിനിധികൾ പറയുന്നത്. ജോസി ബാബു കൂടി ചേരുന്നുണ്ട്. ജോസി, 12 കേസുകളാണ്. അതിൽ കോട്ടയത്തു നിന്നുള്ള കേസുകളുണ്ട്. കോട്ടയത്ത് ആരാണ്, എന്താണെന്നതിലൊക്കെ വ്യക്തത വന്നോ? എങ്ങനെയാണ് അന്വേഷണം? ധന്യ, തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് കോട്ടയത്തെ കേസുകളുടെ എണ്ണം. 8 കേസുകളാണ് കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 3, കടുത്തുരുത്തി, വൈക്കം, വെള്ളൂർ, അതോടൊപ്പം തന്നെ തലോലപ്പറമ്പ്, അയർക്കുന്നം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ കേസുകൾ വീതവുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വഞ്ചനാക്കുറ്റം ചുമത്തിയാണ് കേസുകൾ. ആകെ 7.5 കോടി രൂപയുടെ തട്ടിപ്പ് കോട്ടയത്ത് മാത്രം വിവിധ കേസുകളിലെ കണക്കുകൾ പ്രകാരം ലഭ്യമാകുന്നുണ്ട്. വൈക്കത്ത് 86.65 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറക്കര സ്വദേശി ജിഷയാണ് ഈ കേസിൽ പ്രതി. വെള്ളൂർ പോലീസ് സ്റ്റേഷനിൽ 63 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കീഴൂർ സ്വദേശി റോബി മാത്യു ആണ് ഈ കേസിൽ പ്രതിയായിരിക്കുന്നത്. തലോലപ്പറമ്പിൽ ആണ് ഏറ്റവും വലിയ തുകയുടെ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1.20 കോടി രൂപയുടെ തട്ടിപ്പാണ് തലോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തലോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള പ്രിയദർശനാണ് ഈ കേസിലെ പ്രതി. അയർക്കുന്നം പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്. 81 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസാണ് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊങ്ങാണ്ടൂർ സ്വദേശി ടോണി പൂവേലിയിലാണ് ഈ കേസിലെ പ്രതി. കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 3 കേസുകളാണ് കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിജോമോൻ ഫിലിപ്പ്, ജോജോ മാത്യു, സുമിത മേരി എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. ഇവരെല്ലാം ഉഴവൂർ സ്വദേശികളാണ്. 73.17 ലക്ഷം രൂപ, 86.45 ലക്ഷം രൂപ, 61.90 ലക്ഷം രൂപ എന്നിവയാണ് ഈ തട്ടിപ്പ് കേസിൽ ഈ 3 കേസിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ റെജിമോൻ എന്ന കടുത്തുരുത്തി സ്വദേശിക്കെതിരെയും കേസുണ്ട്. 80 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഗൗരവ തരത്തിലാണ് ഈ കേസുകളെ കാണുന്നതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്ന ആളുകളൊന്നും സ്ഥലത്തില്ല. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. DGP ഓഫീസിൽ ലഭിച്ചിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ആ പരാതികൾ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾ താമസിക്കുന്ന അഡ്രസ് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും അവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. പലരും വലിയ തുകകൾ ഇത്തരത്തിൽ ലോൺ എടുത്ത ശേഷം അവിടെ നിന്ന് മുങ്ങിക്കളയുകയായിരുന്നു എന്നാണ് പോലീസ് പ്രാഥമികമായും പങ്കുവെക്കുന്ന വിവരം. മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലി മൈഗ്രേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കുടുംബമായി പല ആളുകളും മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോയിരിക്കുന്നു. ഇനി അവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉടൻ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ധന്യ. ശരി ജോസി.